ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിൻറ്റ് ലെമനേഡ് സിറപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല റിഫ്രഷിങ് ഡ്രിങ്ക് അത്. അപ്പോൾ ഇത് നമ്മളാണെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ നല്ല ചൂട് സമയത്തൊക്കെ നമുക്ക് ശരീരം തണുപ്പ് കിട്ടാനായിട്ട് നല്ല ഹെൽത്തി സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ ഗോന്ദ് കത്തീരയും കൊണ്ടാണ് നമ്മൾ സിറപ്പ് റെഡിയാക്കുന്നത്. ഇത് ഗോന്ദ് കത്തീര, ഇതൊക്കെ ഇങ്ങനെ കനം കുറഞ്ഞ് പിന്നെ ആണെങ്കിൽ ഷൈനിങ് ഒന്നും കാണത്തില്ല. ഇത് നമ്മൾ വെള്ളത്തിലാണ് സോക്ക് ചെയ്യുന്നത്. പിന്നെ വേറെ അപ്പുറത്ത് നിങ്ങൾക്ക് ഗോന്ദ് കാണുന്നത് അതാണെങ്കിൽ നമ്മൾ നെയ്ക്കകത്ത് വറുത്ത് തണുപ്പ് സമയത്ത് ലഡുവൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ തണുപ്പ് സമയത്ത് കഴിക്കുന്ന അതല്ല നമുക്കിപ്പോൾ വേണ്ടത്. ഇത് നമുക്ക് അതിൻ്റെ അപ്പുറത്ത് ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നില്ലേ ഗോന്ദ് കത്തീര, അതാണ് നമുക്കിപ്പോൾ യൂസ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്കാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാനാണെങ്കിൽ ഇച്ചിരി അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 2 ടീസ്പൂൺ എടുത്തേക്കുന്നത്. നിങ്ങൾ 1 ടീസ്പൂൺ എടുത്താൽ മതി. ഈ ഒരു ബൗൾ നിറച്ച് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എൻ്റെ ഒത്തിരി അധികമായ കാരണം കൊണ്ട് ഞാൻ പിന്നെ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നേരത്തെ നിങ്ങൾ ഇതാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ നമുക്കാണെങ്കിൽ ഒരു 6 തൊട്ട് 7 മണിക്കൂറത്തേക്ക് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. കുറച്ച് സമയം എടുത്തിട്ട് സോക്ക് ചെയ്യണം കേട്ടോ, നന്നായിട്ട് സോക്ക് ചെയ്യണം. ഇനി നമുക്കാണെങ്കിൽ ഇതിനകത്ത് സബ്ജ സീഡ്സ് ഒരു വേറെ ബൗളിൽ ഇട്ട് കൊടുക്കുക. 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. സബ്ജ സീഡ്സ് പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടും. ഒരു അരമണിക്കൂർ സമയം മാത്രം മതി. നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സാക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നന്നായിട്ടൊന്ന് സോക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത്, നിങ്ങൾ ചൂട് സമയത്ത് നമുക്ക് ദേഹത്തൊക്കെ ആണെങ്കിൽ ഒത്തിരി ചൂടോ പുഴുക്കോ അങ്ങനെ ആവിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, പിന്നെ വയറ് നന്നായിട്ട് തണുത്തിരിക്കാനായിട്ട് നല്ല കൂളായിട്ടിരിക്കാനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോസും റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, കണ്ടില്ലേ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. ഇത് കുറച്ച് നേരത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതുവരത്തേക്ക് നമുക്ക് മിൻറ്റ് ലെമനേഡ് സിറപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏറ്റവും അധികം മിൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ പുതിനയില നന്നായിട്ട് കഴുകി ഞാനാണെങ്കിൽ എടുത്തിട്ടുണ്ട്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു മിക്സി ജാർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ഐസ് ക്യൂബ്സ് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അത് കറുത്ത് പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു നിർബന്ധവും ഇല്ല വെള്ളം ഒഴിക്കേണ്ടത്. എനിക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫൈൻ പ്യൂരി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് അരച്ച് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിനൊന്ന് ഇതാണ് നന്നായിട്ട് ഇതുപോലെ അരഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് കാണാം. ഇന്ന് ഞാനാണെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇന്നാണെങ്കിൽ കൽക്കണ്ടം ആഡ് ചെയ്യുന്നത്. കൽക്കണ്ടം ശരീരത്തിന് തണുപ്പ് കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കൽക്കണ്ടം ഏത് കാര്യം, ഇത് ചൂട് സമയത്ത് എന്തെങ്കിലും നമ്മൾ സ്വീറ്റായിട്ട് ഉണ്ടാക്കുന്നതിന് കൽക്കണ്ടം എടുക്കാവുള്ളൂ. നല്ലതാണ് കേട്ടോ ശരീരത്തിന് തണുപ്പ് കിട്ടാനായിട്ട്. പിന്നെ ഞാൻ 250 ml കപ്പിന് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ആണെങ്കിൽ കുറച്ച് മെൽറ്റ് ആവാൻ വെച്ച് സമയം എടുക്കും. പഞ്ചസാര ഇട്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടത്തില്ല, കുറച്ച് സമയം എടുത്തിട്ടേ ഇത് മെൽറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട് കൽക്കണ്ടം, പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മെൽറ്റായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിം വെച്ചിട്ട് പതുക്കെ മെൽറ്റ് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. ഇത് കുറച്ച് സമയം എടുത്തിട്ടേ മെൽറ്റ് ആവത്തുള്ളൂ. ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, അത് ഞാൻ ഒന്നും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. ഇനിയാണെങ്കിൽ നമുക്കിത് നൂൽപ്പാകമൊന്നും വേണ്ട, ഒന്ന് കൈ ഒട്ടുന്ന പാകം മാത്രം മതി. ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. കൈ തൊട്ട് നോക്കണം, ഒന്ന് ഒട്ടുന്ന പാകം ഉണ്ടെങ്കിൽ അത്രയും മതി. ഇനി നമുക്ക് പുതിന നമ്മൾ അരച്ച് വെച്ചേക്കുന്നില്ല, അത് നമുക്ക് അതിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്ത് ഒരു നൂൽപ്പാകം ആവുന്ന വരെ നന്നായിട്ട് ഇതാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ കൈ തൊട്ട് നോക്കണം ഒരു നൂൽ പാകമായോ ഇല്ലയെന്ന്, അതുവരെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കാണെങ്കിൽ 2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അതിനകത്ത്. ഇതും ശരീരം തണുപ്പ് കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് അത്. അപ്പോൾ ഇത് നന്നായിട്ടിട്ട് ഒരു നൂൽ പാകം ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാണെങ്കിൽ ഒരു നൂൽ പാകം ആവുമെന്ന് വെച്ചാൽ നമുക്കിത് 3-4 മാസമോ അല്ലെങ്കിൽ 5-6 മാസം വരെ കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ പുറത്തൊക്കെ ആണെങ്കിൽ ഒരാഴ്ച കൂടുതൽ വരെ ഇരിക്കും കേട്ടോ, 1-2 മാസം വരെയൊക്കെ ഇരിക്കും കേട്ടോ, ഒരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ ഇതൊരു നൂൽ പാകമായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ നമുക്കാണെങ്കിൽ 1 കപ്പ് നാരങ്ങാനീര്, 1 കപ്പ് നാരങ്ങാനീരെന്ന് പറഞ്ഞാൽ ഒരു 7 നാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തേക്കുന്നത്, പിഴിഞ്ഞ് അതും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് വേണം. ഇനി നമുക്ക് അതിന് ശേഷം നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ അതിനകത്തൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് എല്ലായിടവും ഒരുപോലെ മിക്സ് ആവുന്നവരൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കണം. പിന്നെ ഏതെങ്കിലും നമ്മൾ എപ്പോഴും അച്ചാറോ ഏതെങ്കിലും സാധനം സ്റ്റോർ ചെയ്യുമ്പോൾ ചില്ലിൻ്റെ പാത്രത്തിൽ സ്റ്റോർ ചെയ്യാവുള്ളൂ. അപ്പം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ സാധനം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും, എത്ര നാൾ വേണമെങ്കിലും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത് മുഴുവൻ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് വിനീഗറും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഒരു ചില്ലിൻ്റെ കുപ്പിയിൽ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, അതിനകത്ത് നമുക്കിതൊന്ന് സ്റ്റോർ ചെയ്ത് എങ്ങനെ അത് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കി സെർവ് ചെയ്യുന്നത് വെച്ചാൽ അതും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ ഇതുപോലെ ബോട്ടിലിനകത്ത് നിറച്ച് കൊടുക്കാം.
ഫുള്ളായിട്ട് നിറച്ച് നമുക്കിത് സ്റ്റോർ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ സോഡയിലോട്ടോ നമുക്ക് ഒഴിച്ച് നമുക്കിത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ ക്ഷീണിച്ച് തളർന്ന് വരുമ്പോൾ ഇതുപോലൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അതേ സർവിങ് ഗ്ലാസ്സിലേക്ക് ഞാനാണെങ്കിൽ 1 ടീസ്പൂൺ ഗോന്ദ് കത്തീര സോക്ക് ചെയ്തത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഞാനാണെങ്കിൽ സബ്ജ സീഡ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോക്ക് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ സിറപ്പ് നമ്മൾ എടുത്തേക്കുന്നത് അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നേ 2 ഐസ് ക്യൂബ് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം അതിനകത്ത് നമുക്ക്. ഇനി നമുക്കറിയാം 3 ടേബിൾ സ്പൂൺ നമ്മുടെ സിറപ്പ് നമുക്ക് അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. മിൻറ്റ് ലെമനേഡ് സിറപ്പ് നമുക്ക് അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെള്ളമോ സോഡയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് കാലാമിട്ട് ബ്ലാക്ക് സോൾട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഏതാണ് നിങ്ങളുടെ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി. നല്ല അടിപൊളി റിഫ്രഷിങ് നല്ല ഡ്രിങ്ക്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.